മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജ് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1, വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എത്ര പേര് പിടിക്കുന്നുണ്ട്? എത്ര പേര് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേര് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് വന്നാലെന്നല്ല, വന്നു. ആ വന്നതിനെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയത്തില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ കളിപ്പീര്, നമ്മൾ എന്തോ ആയിരിക്കെ നമ്മളോട് പറയും നമ്മളതല്ല. അത് വിശ്വസിച്ചാൽ നമ്മൾ പിശാച് പറഞ്ഞതുപോലെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഹയർ റലത്തിൽ നിൽക്കുന്ന ആദാമിനോട് പറഞ്ഞു, എടാ നീ ഒരു ചക്കച്ചൊളയല്ല, ഈ പഴം കൂടെ കഴിച്ചാലേ നീ ഇവിടെ കേറത്തുള്ളൂ. ഓൾറെഡി ആദാം എവിടാ? സ്വർഗസ്ഥലങ്ങളിൽ ഹയർ റലത്തിൽ ദൈവാനുരൂപമായി നിൽക്കുന്നവനോട് പറയാ, നീ ഇപ്പൊ ദൈവാനുരൂപം അല്ല, ഞാൻ എന്തേലും കൂടെ തരാം, അതുകൂടെ കഴിച്ചാൽ നീ ദൈവാനുരൂപമാകും, ദൈവത്തെ പോലാകും. പൊട്ടൻ അവിടെ ആയിരുന്നു അവൻ ഓൾറെഡി. അവൻ അത് വിശ്വസിച്ചപ്പോൾ, പിശാച് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ, അവൻ വാസ്തവത്തിൽ റലത്തിൽ നിന്ന് വീണു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതിൻ്റെ പേരാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ് അടിച്ചാലേ നമ്മുടെ അകത്തെ കണ്ണെന്ത് ചെയ്യത്തുള്ളൂ? ഓപ്പൺ ആകത്തുള്ളൂ. അപ്പം വീണ്ടും ജനിച്ച വിശ്വാസി എവിടെ വരണം? കണ്ണാടിയുടെ മുമ്പിൽ വന്ന് ഞാൻ ആരാണെന്ന് അറിയണം. അത് ദൈവത്തിൻ്റെ പ്രോസസ്സാണ്. ഇപ്പം ഒരു ഡോക്ടറിന്റെ മോനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഇവന് ഡോക്ടർ ആകാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഇവന്, നീ ഒരു ഡോക്ടർ ആകൂടാ അല്ലേ? അവനൊരു 2ാം ക്ലാസ്സിലായിരിക്കുമ്പോഴേ നമ്മൾ പറയും, എടാ നീ ഡോക്ടറിന്റെ മോനല്ലേ, നീ ആരാവും? ഡോക്ടറിന്റെ തലയാ, പക്ഷെ നീ ആരാവും? അതുകൊണ്ട് പക്ഷെ 3ാം ക്ലാസ് തൊട്ട് ഇവനെ സ്കൂളിൽ വിട്ടില്ല, ഡോക്ടർ ആവുമോ? മൂന്നാം ക്ലാസ് തൊട്ട് ഇവനെ സ്കൂളിൽ വിട്ടില്ല, ഡോക്ടറിന്റെ മോന, ഡോക്ടർ ആകത്തില്ല. നമ്മൾ ഇരുന്ന സ്കൂളുകൾ തെറ്റാ. ഞാൻ ഒരു പേരും എടുത്തു പറയുന്നില്ല. ഇനി നമ്മൾ പല സ്കൂളുകളിലും റലങ്ങളിലും ചെന്നിരുന്നു, അതെല്ലാം നമ്മളെ കൃമിയും പുഴുവാക്കി കളഞ്ഞു. നമ്മൾ ആരാണെന്നൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ അടിയും വഴക്കും കണ്ടു, കോർട്ട് കേസും പോലീസിനെയും കണ്ടു. ഞങ്ങളുടെയൊക്കെ ചർച്ചിന് മുമ്പിൽ പോലീസ് വന്ന് കിടക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പം ഞങ്ങൾ ചിന്തിച്ചു, ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതം. പിന്നെ കർത്താവ് എന്നെ കൊക്കിന് പിടിച്ച് വടിച്ച് ഉടച്ച് ഇത് ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ, കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ചർച്ചും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചുമ്മാ ഒരു ബേസ്മെൻറ്റിന് വേണമെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. വേറെ യാതൊരു ബന്ധവും ഈ റലവും ഞാൻ അനുഭവിച്ചതുമായിട്ടില്ല. അപ്പം കർത്താവ് പറഞ്ഞു, നീ പോയ സ്കൂളിൽ വേണ്ടുന്ന പോലെ നിന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഡോക്ടറാകാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിലും നീ ഡോക്ടർ ആകത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആത്മമനുഷ്യനെ നിങ്ങൾ അറിയുന്നതാണ് നിത്യജീവൻ. അവനെക്കുറിച്ചുള്ള അറിവ് തന്നെ നിത്യജീവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ അകത്ത് ഈ റലം ഓപ്പൺ ആകാൻ പോകുന്നു? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അകത്തെ ഈ ഹയർ ലൈഫിനെ ഞാൻ തുറക്കാൻ പോവുകയാണ്? എൻ്റെ അകത്തെ ദൈവത്തിൻ്റെ ജീവനെ ഞാൻ ഓപ്പൺ ആക്കിയാൽ എനിക്ക് ഇന്ന് വരെ കഴിയാത്തത് ഈ മിനിറ്റ് തൊട്ട് കഴിയും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഇന്ന് വരെ എനിക്ക് കഴിയാത്തത് ഈ മിനിറ്റ് തൊട്ട് കഴിയും. സ്വീകരിച്ചു. നിങ്ങൾ ആരാണോ ഇത് സ്വീകരിക്കുന്നത്, അവരുടെ ലൈഫിൽ ഇത് ഓപ്പൺ ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഞാനല്ല ഇത് ഓപ്പൺ ആക്കുന്നത്. ഇത് ഓപ്പൺ ആക്കാൻ ഒരു ക്ലൈമറ്റ് നിങ്ങളെ കൊണ്ട് ഇരുത്തിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ അകത്തുള്ള സാധനമാണ്. നമ്മൾ ചിലർ പറഞ്ഞ് തെറ്റിച്ചു, ഇത് എന്നിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്നിൽ നിന്ന് ചിലപ്പോൾ ഒരു പവർ വരും, നിങ്ങളുടെ അകത്തുള്ള സാധനത്തെ തുറക്കാൻ സഹായിക്കും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ തരുന്നൊരു സാധനമല്ല, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ അകത്തുള്ള സാധനമാണ്.
അതാണ് നമ്മുടെ ആത്മീയ ലോകത്തെ പറ്റിയ അടുത്ത എറർ. അതാണ് പ്രാപിച്ചു, എന്നാ എൻ്റെ ഒന്ന് പിടിച്ചോ. എൻ്റെ ഒന്നും പിടിക്കാനില്ല, എനിക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളിലുള്ളത് കാണിച്ചു തരാം. 2, നിങ്ങൾക്ക് തുറക്കാൻ അറിയാത്തോണ്ട് എനിക്കൊന്ന് സഹായിക്കാം, അതിന് ചിലപ്പോൾ എന്നിൽ നിന്നൊരു പവർ ഒഴുകും. പക്ഷെ ഇത് ഓൾറെഡി നിങ്ങളുടെ അകത്ത് ദൈവാനുരൂപമായി ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഇതറിയാത്തിടത്തോളം കാലം നമ്മൾ അനാവശ്യമായി ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ മീറ്റിങ്ങുകൾക്ക് പോകുന്നത് നല്ലതാണ്, നമ്മൾ ദൈവദാസന്മാരുടെ എല്ലാം പുറകെ ഓടുന്നത് ഒക്കെ നല്ലതാണ്, പക്ഷെ അനാവശ്യമായി ഓടുന്നത് നല്ലതല്ല. ഞാനിപ്പം വളരെ ചുരുക്കം മീറ്റിങ്ങിനെ പോകാറുള്ളൂ. ഇടയ്ക്ക് ദൈവാത്മാവ് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോകാൻ പറഞ്ഞാലേ പോകത്തുള്ളൂ. അല്ലാതെ അയ്യോ അയാളുടെ അടുത്തുണ്ട്, അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, അയാളിൽ നിന്നൊന്നും കിട്ടാനില്ല. അയാൾക്ക് ചിലപ്പോൾ നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും, എൻ്റെ കൈവപ്പിനാൽ ഒന്ന് ജ്വലിപ്പിക്കാൻ പറ്റും, ഈ സാധനത്തെ ഒന്ന് തുറക്കാൻ സഹായിക്കാൻ പറ്റും. പക്ഷെ ഇത് ഓൾറെഡി ഉള്ള സാധനം, ഇത് നിന്റെ അകത്തുണ്ട്. അത് വളരെ ചുരുക്ക സ്ഥലങ്ങളിലേ പറഞ്ഞു തരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഇത് നിന്നിൽ നിന്ന് പോകുന്നെന്ന് പറയരുത്, അവരുടെ അകത്തുണ്ടെന്ന് തന്നെ പറയണം. ഇതും വെളിപ്പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാൾ എല്ലാം എനിക്കറിയാം. ഇവിടെ നടക്കുന്ന ഓരോ റലങ്ങൾ എനിക്ക് ഗ്ലോറി റലം എന്താണെന്നറിയാം, അനോയിൻറ്റിങ് റലത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷ എന്നറിയാം, നോർമൽ ഫെയ്ത്ത് റലം എന്താണെന്നറിയാം, എനിക്ക് ഓരോ റലങ്ങളും അറിയാം. പക്ഷേ ഫൈനലി ഞാൻ ചെല്ലുന്നത് ഗ്ലോറി റലത്തിലേക്കാണ്. എന്നെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് ഗ്ലോറി റലം ശുശ്രൂഷകനാകാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറയുമ്പോഴും എനിക്ക് തരം തിരിച്ച് പറയാൻ അറിയാം. അതിനെ ഇതാണ് അവിടെ നടക്കുന്നത്, പക്ഷെ ഇങ്ങനെയാണ് ഇച്ചിരൂടെ നല്ലത് എന്നെനിക്ക് പറയാൻ പറ്റും. കാരണം ദൈവം എനിക്ക് വെളിപ്പാടുകൾ തരുമ്പോൾ അങ്ങനാണ് തരുന്നത്. 3 റലത്തെയും സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കും. അത് ഞാൻ എപ്പോഴും സൂമിൽ അത് കൈമാറാറുണ്ട്. അതിൽ ഗ്ലോറി റലത്തിൽ നിങ്ങളെ ഏറ്റവും ആദ്യം അറിയേണ്ടത് നിങ്ങൾ എന്തൊക്കെയോ ആണ്. നിങ്ങളെ ദൈവം എന്തൊക്കെയോ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് തന്നെ, വെളിപ്പാടാകുന്നത് തന്നെ ജീവനായിട്ട് മാറും. അതുകൊണ്ടാണ് പറഞ്ഞ യോഹന്നാൻ 17 അവനെ അറിയുന്നത് നിത്യജീവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അവനെ അറിയുന്നത് തന്നെ നിത്യജീവനാണെന്ന്? ആ അറിവ് ബുദ്ധിയിലെ അറിവല്ല, അത് വെളിപ്പാടിൻ്റെ അറിവാണ്. ഇന്ന് നിങ്ങൾ അവനെ അറിയേണ്ട പോലെ അറിയാൻ പോവാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മൂത്തപുത്രൻ ചർച്ചിലാണ്, മൂത്തപുത്രൻ മെമ്പർഷിപ്പ് കാർഡിലുള്ളവനാണ് ദൈവത്തെ അറിയത്തില്ല. അപ്പൻ്റെ ഹൃദയം അവൻ അറിയത്തില്ല. അപ്പൻ്റെ ഹൃദയം അറിയാത്തത് കൊണ്ട് തനിക്കുള്ള കാളക്കുട്ടന്മാരെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. ഇത് തൻ്റെ കാളയായിരുന്നു, ഇത് തനിക്കും കൂടെ ആസ്വദിക്കാനുള്ള കാളയായിരുന്നു, ഇത് തനിക്കൂടെ ആസ്വദിക്കാനുള്ള കാളക്കുട്ടനായിരുന്നു. പക്ഷെങ്കിൽ തനിക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് വീണ്ടും ജനിച്ചവനാ. അതുകൊണ്ടാ വീട്ടിൻ്റെ അകത്ത്. മറ്റവനാണെങ്കിൽ മരണത്തിലേക്ക് പോയി, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിക്കുന്നു. കാരണം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവൻ ജീവന്റെ അകത്താ. കുപ്പിയെടുക്ക്, പിന്നെ എടുക്ക്. വീണ്ടും ജനിച്ചു, ആളകത്ത് തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ ഇത് തുറക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വേണം. ഈ ബന്ധം വരുമ്പോഴേ ഈ സാധനം തുറക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരുടെയും AG-ക്കാരും IPC-ക്കാരും ഒക്കെ ഫുള്ള് കുപ്പി നിറച്ചിട്ടിരിക്കുക. ഓരോ ഫാസ്റ്റിംഗ് പ്രയറിനും കുപ്പിയൊക്കെ നിറയ്ക്കുന്നുണ്ട്, പക്ഷെ തുറക്കത്തില്ല. കാരണം ബന്ധമില്ല. മൂത്തപുത്രനുള്ള കാളക്കുട്ടന്മാരുടെ എണ്ണം ഒന്ന് കണ്ടേ, 10,000 കാളക്കുട്ടന്മാർ. ലാസ്റ്റ് അപ്പൻ ചോദിക്കും, എടാ ഇത് നിന്റെ ആയിരുന്നു, നീ അറിഞ്ഞില്ലേ? എന്റെ ആയിരുന്നോ? അപ്പോഴാ പുള്ളി അറിയുന്നേ. അപ്പം നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ സ്റ്റോക്ക് അടിച്ചിട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സർവ്വ നിക്ഷേപങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയത്തില്ല. എപ്പോ? ബന്ധമില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. എല്ലാവരും പറഞ്ഞു എൻ്റെ അകത്ത് സംഭവമുണ്ട്, അതുകൊണ്ടൊരു കാര്യമില്ല. ഈ സംഭവം ഉള്ളത് ബന്ധത്തിൽ ഞാൻ അറിയണം. ഏതറിവ് വരണം? വെളിപ്പാടിനാലുള്ളൊരു അറിവ് വരുമ്പോൾ എൻ്റെ അകത്ത് ഈ കുപ്പി ഉണ്ടെന്നും ഈ കുപ്പി തുറക്കണമെന്നും എനിക്ക് പിടികിട്ടും. വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എഫെസ്യ ലേഖനത്തില് ദൈവമേ ഇവർക്കൊരു കൃപാവരം കൂടെ കൊടുക്കണേ എന്നാണോ പ്രാർത്ഥിച്ചത്? അല്ല, കൊടുത്തത് അറിയണേ, കൊടുത്തത് അറിയണേ.
ഇന്ന് ദൈവദാസന്മാരോടും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, എന്തോ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ദൈവദാസനെ ഒരു അപ്ഡേറ്റ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓരോ ദിവസവും എങ്ങനെയാണെന്നറിയോ എൻ്റെ ലൈഫ് അടുത്ത റലത്തിലോട്ട് പോകുന്നത്. ഞാൻ തലേ ദിവസം ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഒരു സാധനവും കൂടെ വെളിപ്പാടാകുമ്പോൾ ഞാൻ ഒരു റലവും കൂടെ കയറും. അത് ഓൾറെഡി എനിക്കുള്ളതായിരുന്നു. പക്ഷേ കർത്താവിനോടൊപ്പം ഒരു 6 മണിക്കൂറൊക്കെ റൂമിൽ അങ്ങ് ഇരിക്കുമ്പോഴാണ് ഇതെനിക്ക് ലൈറ്റ് അടിക്കും. എൻ്റെ കണ്ണിലോട്ട് എന്ത് ചെയ്യും? ലൈറ്റ് അടിക്കും. ഇതെന്റെ മുമ്പിൽ തുറന്നു കിട്ടും. അക്ഷരമായിരുന്നത് ആത്മാവാകും. അപ്പൊ എനിക്ക് മനസ്സിലാകും എന്തുവാ മൂത്തപുത്രനോടും ഇളയപുത്രനോടും ഒക്കെ അപ്പൻ ലാസ്റ്റ് പറഞ്ഞത്, എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു. സത്യം പറഞ്ഞ മൂത്തപുത്രൻ അപ്പൊ കിടുങ്ങിപ്പോയി കാണും. നിന്റെ കാളക്കുട്ടന്മാര് എനിക്കൂടെ ഉള്ളതായിരുന്നു, നിന്റെ കഴുതക്കുട്ടന്മാര് എനിക്കൂടെ. കാരണം ഇവൻ ആരെ പോലെ? വേലക്കാരനെ പോലെ. പുത്രനാണെന്ന് പേരേ ഉള്ളൂ, ബന്ധമില്ല. ഇന്ന് സകല സഭകളും, മിക്ക സഭകളും വേലക്കാരൻ റലത്തിലാണ് ഓടുന്നത്. പക്ഷെ ഗ്ലോറിയുടെ അകത്ത് വേലക്കാരില്ല. വേലക്കാരനെ പോലെ കാര്യങ്ങൾ ചെയ്തേക്കാം, പക്ഷെ പുത്രന്മാരേ ഉള്ളൂ. പറഞ്ഞു ഇതവിടെ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന അവര് റൂളിന്റെ ആൾക്കാര്. സകല കൽപ്പനയും പ്രമാണിച്ചതുകൊണ്ടാ മൂത്തപുത്രൻ വീട്ടിന്റെ അകത്ത് നിൽക്കുന്നത്. എന്നാ ഞാൻ ഇന്ന് പറയുന്നു, കൽപ്പന നല്ലത്, നിന്നെ വീട്ടിൽ നിർത്തും, പക്ഷെ അപ്പനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയല്ലേ. ഇന്ന് സകല ആത്മീയ പ്രവൃത്തിയും, ഇപ്പൊ ഹാർവസ്റ്റിലൂടെയും എന്നെ കാണാൻ പോകുന്നവരോടും കൂടെ ഞാൻ പറയാൻ പോകുന്നത്, സകല ആത്മപ്രവൃത്തികളെയും വിമർശിക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ട്. അവർ മൂത്തപുത്രന്റെ കാറ്റഗറിയാണ്. കൽപ്പന 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 കൽപ്പന. എന്തോ റൂൾ നമ്പർ 1 മോഷ്ടിക്കരുത്, റൂൾ നമ്പർ 2 അത് വ്യഭിചാരം ചെയ്യരുത്, റൂൾ നമ്പർ 3 റൂളിന്റെ ആൾക്കാരാ. പക്ഷെങ്കിൽ ദൈവവുമായി ബന്ധമില്ല. ഈ ബന്ധം തുറന്നാൽ അക്ഷരത്തിന് പുറത്തുള്ള ആയിരക്കണക്കിന് കാളക്കുട്ടന്മാരെ, കഴുതക്കുട്ടന്മാരെ നിന്റെ ആത്മീയ ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ ഈ റലത്തിൽ നിനക്ക് തുറന്നു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവൻ നിന്റെ അകത്തൊന്ന് ഓപ്പൺ ആകാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നിന്റെ അകത്ത് ജീവനുണ്ട്, പക്ഷെ ജീവൻ ഓപ്പൺ ആയിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ ജീവനുണ്ട്, പക്ഷെ ജീവൻ ഓപ്പൺ ആയിട്ടില്ല. ഇന്ന് അടപ്പ് തുറക്കുന്നത് പോലെ നിങ്ങളുടെ അകത്തുള്ള ജീവനെ ഒന്ന് തുറന്നു നോക്കിക്കേ. നിങ്ങളുടെ അകത്ത് ജീവനെ ഒന്ന് തുറന്നേ. സോയെ ലൈഫ് ഓപ്പൺ എന്ന് പറഞ്ഞേ. എല്ലാവരും നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, സോയെ ലൈഫ് ഓപ്പൺ നൗ. എല്ലാവരും നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, എൻ്റെ അകത്തുള്ള ദൈവത്തിന്റെ ജീവൻ ഇപ്പോൾ തുറക്കട്ടെ. പറഞ്ഞേ, നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, എൻ്റെ അകത്തുള്ള ദൈവത്തിന്റെ ജീവൻ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ ജീവൻ നിങ്ങളുടെ അകത്ത് തുറന്നാൽ ഇന്ന് നിങ്ങളെക്കുറിച്ച് പറയും, ഇത് വന്ന ആളല്ല പോകുന്നത്, വേറെ ഏതോ ഒരാളാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും പറയാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്തെ സോയെ ലൈഫിനെ തുറക്കുക, സോയെ ലൈഫിനെ തുറക്കുക, സോയെ ലൈഫിനെ ഓപ്പൺ ആക്കുക, സോയെ ലൈഫിനെ ഓപ്പൺ ആക്കുക, സോയെ ലൈഫിനെ ഓപ്പൺ ആക്കുക, സോയെ ലൈഫിനെ തുറക്കുക. കമോൺ, ദൈവത്തിന്റെ ജീവനെ തുറക്കുക. മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ. പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് കൂടാരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, പുറത്ത് നമ്മൾ മണ്ണായിരിക്കാം, പക്ഷെ നീ അകത്താരാണെന്ന് അറിയാതെ പോകരുത്. ഒരു തലമുറ നമ്മളോട് പ്രസംഗിച്ചു, നീ മണ്ണാണ് 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 മണ്ണാണ്. കറക്റ്റാണ്, പക്ഷെ അകത്താരാണെന്ന് പറയാൻ മറന്നുപോയി. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, നീ പുറത്താരാണെന്നല്ല, നീ പുറത്ത് മണ്ണായിരിക്കാം, നീ പുറത്ത് കൃമിയായിരിക്കാം, നീ പുറത്ത് പുഴുവായിരിക്കാം, പക്ഷെ നിന്റെ അകത്ത് ഗോഡ്സ് ലൈഫ്.
അകത്ത് ദൈവത്തിന്റെ ജീവൻ, അകത്ത് ദൈവത്തിന്റെ ജീവൻ. ആ ജീവനെ അധികമൊന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റിയാൽ, ആ ജീവനെ അധികമൊന്ന് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് സ്വീകരിച്ച്, ഒരു മിനിറ്റ് ആ ലൈഫിനെ ഇവിടെ തുറന്നിട്ടിരിക്കുക ദൈവാത്മാവ് നിങ്ങൾ ഓരോരുത്തരുടെ അകത്തേക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന അളവിൽ ആ ലൈഫിനെ ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, the count of 3, 2, 1 I open the Zoe life. ഇവിടെ അത് തുറന്നു കിടക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. in the count of 3, 2, 1 unlock now. in the count of 3, 2, 1 open now. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സോയെ ലൈഫ് ഓരോരുത്തരുടെ അകത്ത്, ഓരോ വ്യക്തിയുടെ അകത്ത് ദൈവത്തിന്റെ ജീവൻ അത് തുറക്കട്ടെ, 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 തുറക്കട്ടെ. ഇന്നു മുതൽ പഴയ ആളല്ല, പഴയ ആന്റി അല്ല, വന്ന ആളല്ല, പുതിയ മനുഷ്യനാണ്, പുതിയ മനുഷ്യനാണ്, ദൈവാനുരൂപമാണ്. ഇന്നു മുതൽ നീ ദൈവാനുരൂപമാണ്. നിന്നെ കൊണ്ട് ഇത്രയും നാൾ കഴിയാതിരുന്നത് ഇന്ന് ദൈവത്തിന്റെ ജീവനാൽ കഴിയും, 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 കഴിയും. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് നമ്മുടെ ലൈഫിനെ തിരിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളൊന്ന് ഒഴുകാനൊന്ന് അനുവദിച്ചാൽ മതി. ആത്മാവിന് പല പേരുകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റ്, വെള്ളം, വെള്ളം ഒഴുകും, തീ പടരും, കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതിലെല്ലാം ഒരു ഒഴുക്കുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, ഒഴുക്ക്. ഇന്നു മുതൽ സോയെ ലൈഫിൽ കയറിയാൽ അതിൻ്റെ അകത്തൊരു ഒഴുക്കുണ്ട്. സോയെ ലൈഫിൽ ഒരു ഒഴുക്കുണ്ട്. നമ്മൾ ഈ പഴയ മനുഷ്യന്റെ ലൈഫിൽ ഒഴുകി ശീലിച്ചു പോയി. പുതിയ മനുഷ്യൻ തുടങ്ങിയിട്ടും അതിലോട്ട്, അതുകൊണ്ടാണ് ഒഴുക്ക് കണക്ട് ആകാത്തത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ പുതിയ മനുഷ്യനിൽ ഒഴുകി തുടങ്ങണം. ഒഴുക്കിന് പല അളവുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബ്ലോക്കേജും ഇല്ലാതെ ഒഴുകാൻ പറ്റണം. എല്ലാവരും പറഞ്ഞു, ഒരു ബ്ലോക്കേജും ഇല്ലാതെ അകത്തു നീ നദിക്ക് പുറത്തു വരാൻ പറ്റണം. യോഹന്നാൻ 7:37 മുതൽ യേശു പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്ക വരട്ടെ, എന്നിൽ നിന്ന് ജീവജല നദി വരും. അടുത്ത യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഇത് താൻ ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് വാക്യം 38 എഴുതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് വന്ന ആത്മമണ്ഡലം ഒരു ജലനദിയാണ്. ചുരുടെ കയറി പറയാം, നദിയല്ല, നദികൾ ഒഴുകുമെന്നാണ്. എല്ലാവരും പറഞ്ഞ നദികൾ. ഈ നദികളാണ് അകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹീലിംഗ് റിവർ ഉണ്ട്, ഡെലിവറൻസ് റിവർ ഉണ്ട്, അതിൻ്റെ അകത്ത് പ്രൊഫറ്റിക് റിവർ ഉണ്ട്, ദൈവശബ്ദം എന്ന റിവർ ഉണ്ട്, സാന്നിധ്യം എന്ന റിവർ ഉണ്ട്, സ്വർഗം മുഴുവനുണ്ട്. സത്യം പറഞ്ഞ പലരും സ്വർഗം തേടി അലയുകയാണ്. പക്ഷെ ആ സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? സ്വർഗം കർത്താവ് എൻ്റെ അന്തരാത്മാവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ബന്ധം മതി. ബ്രദറെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി ഓടേണ്ട കാര്യമില്ല. ഒരു സീക്രട്ട് കിട്ടിയാൽ ഇത് അൺലോക്ക് ആകും. എല്ലാവരും പറഞ്ഞേ, സീക്രട്ട് കിട്ടിയാൽ, ചേർന്ന് പറഞ്ഞേ, സീക്രട്ട് കിട്ടിയാൽ ഇത് അൺലോക്ക് ആകും. ഇത് അൺലോക്ക് ആയാൽ എൻ്റെ ജീവിതം തിരിയും. ഇന്ന് ഞാൻ ഈ ഉച്ചയ്ക്ക് ഈ ദൂത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പറഞ്ഞ സീക്രട്ട്. ഇതിരിക്കുന്നത് വലിയ സംഭവത്തിലൊന്നുമല്ല, പക്ഷെ കുറെ സീക്രട്ടുകൾ നമുക്ക് ഓപ്പൺ ആകണം. സംഭവം ഈ നദി നമുക്ക് ഈസിലി അക്സസിബിൾ ആണ്. എല്ലാവരും പറഞ്ഞു ഈസിലി. നമ്മൾ തിരയുന്ന ദൈവം, നമ്മൾ തിരയുന്ന വിടുതൽ, നമ്മൾ തിരയുന്ന ദൈവത്തിന്റെ ആഴങ്ങൾ, നമ്മൾ തിരയുന്ന സ്വർഗീയ അനുഭവങ്ങൾ, നമ്മൾ തിരയുന്ന സ്വർഗീയ വിടുതലുകൾ, നമ്മൾ തിരയുന്ന സ്വർഗീയ സകലതും ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ് ടു ആക്സസ്. എല്ലാവരും പറഞ്ഞേ, സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഏറ്റവും അടുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഭവം എന്തുവാ? ഈ പോഡിയം അല്ലേ, കാഴ്ചയിൽ.
ഇപ്പൊ ഏറ്റവും അടുത്ത് ഈ പോഡിയമാണ്, അല്ലെങ്കിൽ ഇച്ചിരൂടെ പറയാൻ എൻ്റെ ഉടുപ്പാണ്. പക്ഷെ അതിലും അടുത്താണ് സ്വർഗം ഇരിക്കുന്നത്. കാരണം സ്വർഗത്തെ ദൈവം ഏറ്റവും അടുത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഏറ്റവും അടുത്തുള്ള സാധനത്തെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, നമുക്ക് അതിന്റെ റലത്തെ രുചിക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പിശാചിന്റെ അന്ധത. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഏറ്റവും അടുത്ത് എൻ്റെ മോളല്ല, ഭർത്താവല്ല, ഒന്നുമല്ല, ഏറ്റവും അടുത്ത് സ്വർഗമാണ്. കാരണം അതുകൊണ്ടാണ് അതിനെ സ്പിരിറ്റിന്റെ അകത്ത് കയറ്റിയിട്ടത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ നിങ്ങൾ തരുന്ന ആ ഒഴുക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഓ കമോൺ, കമോൺ. അതൊരു അഭിഷിക്തനിലുണ്ട് എന്നറിയുന്നത് സന്തോഷമാ. പക്ഷെ നിങ്ങൾ വീട്ടിൽ പോകുമ്പം വീട്ടിൽ ഇത് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് തിരിച്ചറിയണം? എൻ്റെ അകത്ത് ഈ ഒഴുക്കുണ്ട്. പറഞ്ഞു, എൻ്റെ അകത്ത് ഈ ഒഴുക്കുണ്ട്, ഈ ഒഴുക്കുണ്ട്. ഒന്ന് ഉറക്കെ പറഞ്ഞു, എൻ്റെ അകത്ത് ഈ ഒഴുക്കുണ്ട്. ദൈവം ആണ് എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആള്. എൻ്റെ ഭർത്താവിനേക്കാൾ ഏറ്റവും അടുത്താണ് ദൈവം. പക്ഷെ ആ ദൈവത്തെ കാണാതെ വേണം നമ്മുടെ കണ്ണുകളെ, അകത്തെ മനുഷ്യന്റെ കണ്ണുകളെ അടച്ചു കളയും. അതാണ് പിശാചിന്റെ ട്രിക്ക്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി എന്നാ പറഞ്ഞേക്കുന്നത്. പിശാചിന് ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, നമ്മളെ ബ്ലൈൻഡ് ചെയ്യുക, നമ്മളെ ട്രിക്ക് ചെയ്യുക, നമ്മളെ ദൈവം ഒരിക്കലൊന്നും കാണാതാക്കുക. ഹല്ലേലൂയ! പക്ഷെ ഇന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരിക്കതിനെ നിങ്ങൾ അക്സസ് ചെയ്യാൻ പോകുന്നു. അവിടെ ബ്രദേഴ്സ് അക്സസ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അക്സസ് ചെയ്യാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് ഒരു അക്സസ് കീ തരാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു കീ ദൈവം തരാൻ പോകുന്നു. പറഞ്ഞ ദൈവം എൻ്റെ ഏറ്റവും അടുത്താണ്, ഏറ്റവും അരികിലാണ്, ഏറ്റവും ഉള്ളിലാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. പഴയ നിയമത്തിൽ ദൈവം ഇച്ചിരി അകലെ നിൽക്കും, ആദാമിന് ശേഷം അല്ലേ? പഴയ നിയമത്തിൽ ദൈവം ഇച്ചിരി ഒരു അകലമിട്ടു. ഒരു മല, ആ മലയിൽ ഞാൻ ഇറങ്ങും, പക്ഷെ മലയ്ക്ക് ചുറ്റും അതിർവരമ്പുകൾ വെക്കണം, ആളുകൾ ഇപ്പുറത്തോട്ട് വരണ്ട. അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതിർവരമ്പ് വെച്ചത്. ദൈവം പുറത്ത് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത് വന്നാൽ വിശുദ്ധി ഇല്ലെങ്കിൽ തട്ടിപ്പോവും, മരിച്ചു പോവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അതിർവരമ്പ് വെക്കണം. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു അതിർവരമ്പും വേണ്ട. നമ്മുടെ ആത്മമണ്ഡലത്തെ അവൻ ശുദ്ധീകരിച്ചു, കഴുകി. ഇരമ്യാവ് പറയുന്നു പുതിയൊരു ഹൃദയം തന്നു. എസക്കേൽ പറയുന്നു നിങ്ങളുടെ അശുദ്ധിയുള്ള ഹൃദയത്തെ മാറ്റി പുതിയൊരു സ്പിരിറ്റ് മാനെ കുപ്പി കഴുകുക എന്ന് പറയും. അകത്തുള്ള കുപ്പി എന്ത് കഴുകി ഞാൻ അതിലേക്ക് പൂർണ്ണമായി വരികയാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ സിസ്റ്റം വേറെയാണ്. എല്ലാം പറഞ്ഞ സിസ്റ്റം വേറെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഔട്ട്സൈഡ് ഇൻ അല്ല, ഇൻസൈഡ് ഔട്ട് ആണ്. അങ്കിള് തരയുന്ന കാര്യം ഇപ്പൊ എവിടെ ഉണ്ട്? ഉറക്കപ്പറ. ഉള്ളിലുണ്ട്. എവിടെ ഉണ്ട് ആന്റി? എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? ഉള്ളിലുണ്ട്. ആന്റി ഉറപ്പാണോ അത്? ഇന്നു മുതൽ നിങ്ങൾ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്ക് കുരുട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളത് അവൻ എന്ത് ചെയ്യത്തില്ല, കാണിച്ചു തരത്തില്ല. ഹല്ലേലൂയ! പക്ഷെ ഇന്ന് നിങ്ങളത് കാണുകയാണ്. ഈ മീറ്റിംഗ് നിങ്ങൾ കടന്നു വന്ന എന്തിനാണ്? നിങ്ങൾക്കുള്ളത് കാണാൻ, അറിയാൻ. ഹല്ലേലൂയ! ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. അതിനെ ദൈവം എൻ്റെ സ്പിരിറ്റിലാണ് എപ്പോഴും നിക്ഷേപിക്കുന്നത്. വിശുദ്ധന്മാരിൽ ഉള്ള അവകാശത്തിന്റെ മഹിമാതനം, വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇതെന്തോ ഈ വിശുദ്ധന്മാരിൽ? ഹല്ലേലൂയ! ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:8. എവിടെ പകർന്നിരിക്കുന്നു? ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. എല്ലാവരും പറഞ്ഞത് സിസ്റ്റം മനസ്സിലാക്കണം. ഈ കീബോർഡ് ഇവിടെ ഉണ്ട്. ഇതൊരു ദിവസം ഞാൻ അമ്മയോട് ആരോട് ഓണാക്കാൻ പറഞ്ഞു. എനിക്കിത് ഓണാക്കാൻ 1 സെക്കൻഡ് മതി. അമ്മ ഇത് മുഴുവൻ ഞെക്കി.
ഇവിടെ ഞെക്കി, ഇവിടെ ഞെക്കി, ഇവിടെ ഞെക്കി, ഈ സ്വിച്ച് ഞെക്കി, ഈ സ്വിച്ച് ഞെക്കി, ഈ സ്വിച്ച് ഞെക്കി. സിസ്റ്റം അറിഞ്ഞാൽ ഒരു ഞെക്ക് മതി. സിസ്റ്റം അറിയാത്തോണ്ട് പല ഞെക്കുകൾ ഞെക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പല കുരുട്ട് പിടിപ്പിച്ചിരിക്കുക നമ്മളെ. അത് പൊട്ടിയിട്ട് ഇന്ന് റൈറ്റ് സിസ്റ്റത്തിലോട്ട് ദൈവാത്മാവ് അലൈൻ ചെയ്യാൻ പോകുന്നു. റൈറ്റ് സിസ്റ്റത്തിൽ അലൈൻ ചെയ്താൽ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. ഒരു ട്രെയിനിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്തുവെന്നറിയോ? ട്രെയിനിന്റെ ഏറ്റവും വലിയ ജോലി, അതിന്റെ ആദ്യത്തെ ജോലി ട്രാക്കിൽ പിടിച്ചിടുക. ട്രാക്കിലിട്ടാൽ പിന്നെ ഒഴുകുക. ഇന്ന് മുതൽ നിങ്ങൾ ഒഴുകാൻ പോവുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്നു. എല്ലാവരും പറഞ്ഞേട്ടോ, ഒഴുക്ക്. ഇന്ന് മുതൽ എന്നിൽ നിന്ന് ഒഴുകും. ഇന്ന് മുതൽ എന്നിൽ നിന്ന് ആൻറ്റിയുടെ അകത്തുനിന്ന് ചിലത് ഇന്ന് ഒഴുകാൻ പോവാ. ചിലരെ കാണുമ്പോൾ ചിലത് ഒഴുകാൻ തുടങ്ങും. ചിലപ്പോൾ ചില പ്രവചന വാക്കുകൾ ഒഴുകാൻ തുടങ്ങും. ചില സന്ദേശങ്ങൾ അവരോടുള്ളത് ഒഴുകാൻ തുടങ്ങും. അത് അവരോട് പറയുമ്പോൾ അത് അവർ രക്ഷപ്പെടും. ആൻറ്റിയിൽ നിന്ന് ഒരു പവർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലത് ഒഴുകുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് തൊട്ട് ഞാൻ ഒഴുക്കിൽ കയറാൻ പോവാണ്. ആൻറ്റി, നിങ്ങളൊരു ട്രാക്കിലോട്ട് കയറി വീഴാൻ പോകുന്നു. ആ ട്രാക്കിൽ നിങ്ങൾ ഒഴുകി തുടങ്ങുന്നു. അതാണ് ഹോളി സ്പിരിറ്റ് ട്രാക്ക് എന്നാണ് അതിന്റെ പേര്. ആ ട്രാക്കിൽ വീണാൽ പിന്നെ സിമ്പിൾ ആണ് കാര്യം. ഞങ്ങൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളെ റെയിൽവേ ട്രാക്കിൽ കയറ്റി വിടുകയാണ്. പിന്നെ സ്പീഡാണ്, പിന്നെ നിന്റെ വേഗത തടയാൻ പറ്റത്തില്ല. അങ്ങളെ ഈ ട്രാക്കിലോട്ട് വീഴണം. അങ്ങളെ ഈ ട്രാക്കിലോട്ട്, ബ്രദേഴ്സ്, ഈ ട്രാക്കിലോട്ട് എന്ത് ചെയ്യണം? വീഴണം. ഈ ട്രാക്കിൽ കയറി ഓടി തുടങ്ങണം. ഇന്നോട്ട് പറഞ്ഞ് ഞാൻ ട്രാക്കിലാണ്. ഈ ഫ്ലോയെ നിങ്ങൾ ഇന്നോട്ട് ഓഫ് ചെയ്യരുത്, ഞാൻ അപേക്ഷിക്കുകയാണ്. മഹത്വത്തിൻ ദിനങ്ങൾ 2 days ഗ്ലോറി കോൺഫറൻസ് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ MG കോളേജ് എതിർവശത്തുള്ള ഗ്രേസ് മിനി ഹാളിൽ വെച്ച് മെയ് 31, ജൂൺ 1, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങുകളിൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് ശുശ്രൂഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.